അദ്ദേഹത്തിന് കൺവീനർഷിപ്പ് കൊടുത്തില്ല. ഇന്ത്യ മുന്നണിയുടെ കൺവീനർഷിപ്പാണ് അദ്ദേഹം ചോദിച്ചത്. അത് കൊടുക്കുന്നതിൽ കോൺഗ്രസിന് അമാന്തം സംഭവിച്ചു. അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ്. കാരണം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോലും സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് JDU. അതുകൊണ്ട് JDU സോഷ്യലിസ്റ്റുകളാണ്, പരമ്പരാഗതമായ സോഷ്യലിസ്റ്റുകളാണ്. പിന്നീടാണ് കാസ്റ്റ് ബേസ്ഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ബീഹാറിന്റെ കർപ്പൂരി ഠാക്കൂറും ഈ ജയപ്രകാശ് നാരായണനുമൊക്കെ ഉഴുതിട്ട സോഷ്യലിസ്റ്റ് മണ്ണിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാർട്ടികൾ വിളവിറക്കുകയാണ്. യാദവ പാർട്ടിയായ RJDയും നോൺ യാദവ OBC പാർട്ടിയായ JDUവും ഒരുമിച്ച് നിന്ന കാലത്ത്, അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളും സ്പ്ലിറ്റായി മാറിപ്പോകുന്നതിന് മുൻപ് അവരെ പരാജയപ്പെടുത്താനാവില്ലായിരുന്നു. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കടന്നു വരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി. നമുക്കറിയാം, ഉത്തർപ്രദേശിലെയോ മധ്യപ്രദേശിലെയോ രാജസ്ഥാനിലെയോ പോലെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയമല്ല ബീഹാറിൽ നിലവിലുള്ളത് എന്ന് നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ശ്രീ മോഹൻ വർഗീസ് ഉയർത്തുന്നുണ്ട്. അതായത് ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയാമല്ലോ, സീറ്റുകളുടെ കാര്യത്തിൽ വലിയ തർക്കം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം, അതായത് സ്ഥാനാർത്ഥി പത്രിക കൊടുക്കുന്ന സമയത്ത് അതിനുശേഷവുമൊക്കെ കൂട്ടയടികളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതായത് ഒരിക്കലും ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി, ഭരണം പിടിക്കാൻ ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടി, ഇത്രയും കാലം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് മുന്നണിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തർക്കങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായത്. സീറ്റുകളുടെ കാര്യത്തിൽ, ഏതൊക്കെ സീറ്റുകൾ എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കമുണ്ടായി. അതിൽ കോൺഗ്രസ് കാര്യമായ വിട്ടുവീഴ്ച ചെയ്തില്ല എന്നുള്ള ആരോപണം അന്നേ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പരാജയത്തിന് ഒരു ആക്കം കൂട്ടിയിട്ടില്ലേ? അല്ല, ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പിഴവുകൾ പറ്റിയിട്ടേയില്ല എന്നോ കോൺഗ്രസ് ചില കാര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതില്ല എന്നൊന്നും അതിനർത്ഥമാക്കേണ്ട. പക്ഷേ അത്തരം കാര്യങ്ങൾ കൊണ്ട്, സ്ട്രാറ്റജിക്കലായ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ച ഒന്ന് ലഘൂകരിക്കേണ്ട ഒന്നല്ല ഈ കനത്ത പരാജയം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ പരാജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയ ഒന്ന്, പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഇതിനുവേണ്ടി പാകപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ബലം അപ്ഡേറ്റ് ചെയ്യുന്നത് പോലും നേരത്തെ പറഞ്ഞു, BJPയും സഖ്യകക്ഷികളും ഈ പറയുന്ന ലീഡ് ഉയർത്തുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റിംഗ് സംവിധാനം പോലെ അതിന് രൂപപ്പെടുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ BJPക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി മാറുന്നു. അതൊരു ഇത് നടക്കുന്നത് ഒരു മാച്ചാണെങ്കിൽ അതിൻ്റെ പിച്ച് ഒരുങ്ങുന്നത് മുതൽ മാച്ച് കൈകാര്യം ചെയ്യുന്ന അമ്പയറിംഗ് വരെ ഈ പറയുന്ന തരത്തിൽ മാൽ പ്രാക്ടീസ് നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്കൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു മത്സരം നടക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സഖ്യകക്ഷിയുമായുള്ള കാര്യങ്ങളിലെ ഈ പറയുന്ന മുന്നണി രൂപീകരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം, സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം, പ്രചരണ പരിപാടിയിലെ പരിമിതികൾ ചൂണ്ടിക്കാണിക്കാം. ഇതൊക്കെ സ്വാഭാവികമായി 1, 2, 3, 4 എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ അതിലംഘിക്കുന്ന ഒരു കനത്ത പരാജയത്തിന് കാരണം ഈ 65 ലക്ഷം എന്ന് പറയുന്ന ഒരു വലിയ നമ്പറും അതിനു പിന്നിൽ പ്രവർത്തിച്ച ഇലക്ഷൻ കമ്മീഷനുമാണെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കും എന്നുള്ളതല്ല. മറിച്ച് ഈ രാജ്യത്ത് ഒരു ജനാധിപത്യം നിലനിൽക്കേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പ് നിലനിൽക്കേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്ര സ്വഭാവവും പരമാധികാരവും നിലനിൽക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തെ പരിരക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് ബീഹാർ ഇലക്ഷനെ ഞങ്ങൾ കണ്ടത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ബീഹാർ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി നയിച്ച പ്രചരണ പരിപാടികളിൽ നിതീഷ് കുമാർ എന്ന് പറയുന്നതിനേക്കാൾ അധികം പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ എന്ന. അത് ബീഹാറിൽ ഞങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്നതിനേക്കാൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ പ്രയോഗിക്കാൻ പോകുന്ന ഒരു പ്രചരണ പരിപാടിയുടെ ആദ്യ രൂപം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ക്യാമ്പയിനുകൾക്ക് സാധിച്ചു. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമല്ല. ഇത്തരം തിരിച്ചടികൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഞങ്ങൾ നിരന്തരം ഈ അജണ്ടയുമായി മുന്നോട്ട് പോകും. അത് ഒരു ദിവസത്തെ ഒരു ഷോർട്ട് ടേം പ്രൊജക്ട് അല്ല, മറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ദീർഘകാല പ്രക്രിയയാണ്. ഒരു ദീർഘകാല പ്രക്രിയയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അതിനിടയിലുള്ള തോൽവി കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.